കാഞ്ഞങ്ങാട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഔഫിനെ കൊലപ്പെടുത്തിയത് കൃത്യമായ പദ്ധതിയിട്ടെന്ന് മുഖ്യപ്രതി ഇർഷാദിന്റെ മൊഴി. ദിവസങ്ങൾക്ക് മുൻപ് കത്തി വാങ്ങി വെച്ചെന്നാണ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ ഇർഷാദ് വെളിപ്പെടുത്തിയത്. അതിനിടെ കേസിലെ 2 പ്രതികളെ ഹോസ്ദുർഗ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. കഴിഞ്ഞ മാസം 23-ന് രാത്രിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഔഫ് അബ്ദുൾ റഹ്മാൻ കൊല്ലപ്പെട്ടത്. യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് ഇർഷാദ് അടക്കം 3 പേരാണ് മുഖ്യപ്രതികൾ. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഉണ്ടായ LDFന്റെ ആഹ്ലാദ പ്രകടനവും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും തുടർച്ചയാണ് കൊലപാതകമെന്ന് തന്നെയാണ് മുഖ്യപ്രതി ഇർഷാദിന്റെ മൊഴിയിലൂടെ വ്യക്തമാകുന്നത്. രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് ഇർഷാദ് മൊഴി നൽകിയെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ. ആസൂത്രണത്തെക്കുറിച്ച് ഇർഷാദ് മൊഴി നൽകിയതായി ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നതിങ്ങനെ: കൃത്യത്തിന് 4 ദിവസം മുമ്പ് ഇർഷാദ് കത്തി വാങ്ങി സൂക്ഷിച്ചു. ഔഫും കൂട്ടുകാരും വീടിന് മുന്നിലൂടെ പോകുന്നത് നിരീക്ഷിച്ച് തക്കം പാർത്തിരുന്നു. അവസരം ഒത്തുവന്ന ദിവസം തടഞ്ഞു നിർത്തി കുത്തിക്കൊലപ്പെടുത്തി. എന്നാൽ ഇർഷാദിന് തലയ്ക്ക് പരിക്കേറ്റത് എങ്ങനെയെന്നതിനെക്കുറിച്ച് ഇനിയും അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നിട്ടില്ല. 6 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം ഇർഷാദിനെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തിരുന്നു. അതിനിടെ കൊലയാളി സംഘത്തിൽ ഉൾപ്പെട്ട MSF നേതാവ് ഹസൻ, യൂത്ത് ലീഗ് പ്രവർത്തകൻ ആഷിർ എന്നിവരെ ഹോസ്ദുർഗ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നും ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നും തുടരന്വേഷണത്തിലെ വ്യക്തമാകൂവെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.